നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ദിനാചരണം നടത്തി. NSSന്റെ 21 ദിന ചലഞ്ചുകൾ ഉൾപ്പെട്ട ജീവിതോത്സവത്തിന്റെ യൂണിറ്റ് തല പ്രവർത്തനങ്ങൾക്കും ചടങ്ങിൽ തുടക്കമായി. വയോധികയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി തട്ടാപ്പറമ്പിൽ വീട്ടിൽ സുധീറാണ് അറസ്റ്റിലായത്. ഒല്ലൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിച്ചു കിട്ടാൻ തെരുവിൽ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. ഒല്ലൂർ സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ദിനാചരണം നടത്തി. NSSന്റെ 21 ദിന ചലഞ്ചുകൾ ഉൾപ്പെട്ട ജീവിതോത്സവത്തിന്റെ യൂണിറ്റ് തല പ്രവർത്തനങ്ങൾക്കും ചടങ്ങിൽ തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വോഗീസ് NSS പതാക ഉയർത്തി ജീവിതോത്സവം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സ്റ്റാഫ് സെക്രട്ടറി ഹേമ അധ്യക്ഷയായി. NSS പ്രോഗ്രാം ഓഫീസർ VG അനിത, NSS ലീഡർ മാസ്റ്റർ അർജുൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ജീവിതോത്സവ പ്രതിജ്ഞയെടുത്ത വിദ്യാർത്ഥികൾ പദ്ധതി ഗാനത്തിനൊപ്പം ചുവടുകൾ വെച്ചു. അടുത്ത 21 ദിവസം ജീവിതോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കും. മനുഷ്യ സമ്പത്ത് ശരിയായ രീതിയിൽ വളർത്തിയെടുത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ സമൂഹ സേവനത്തിനുള്ള സന്നദ്ധ മനോഭാവം വളർത്തിയെടുക്കുക എന്ന ആശയം ഉടലെടുത്തത്. രാഷ്ട്രപിതാവിന്റെ എല്ലാ ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ആഴങ്ങളിൽ, മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പങ്കാളികളാവുക എന്ന മഹത്തായ ആശയമാണ് നോട്ട് മീ ബട്ട് യു എന്ന NSSന്റെ ആപ്തവാക്യം. പൂർണ്ണബോധ്യത്തോടെ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതോത്സവം 2025ന്റെ ഭാഗമായുള്ള ഈ 21 ദിന ചലഞ്ചിൽ പൂർണ്ണ മനസ്സോടെയും ആത്മാർത്ഥതയോടെയും ഞങ്ങൾ പങ്കാളികളാകും. ലഹരി ഉൾപ്പെടെയുള്ള എല്ലാ ദുശീലങ്ങളെയും മോശം പ്രവണതകളെയും ഞങ്ങൾ ബോധപൂർവം അകറ്റി നിർത്തും. വയോധികയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി തട്ടാപ്പറമ്പിൽ വീട്ടിൽ സുധീറാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വൈകിട്ട് 5:45 78 വയസ്സുള്ള വയോധികയാണ് ആക്രമണത്തിനിരയായത്. പ്രതി വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വിവസ്ത്രയാക്കി മാനഹാനി വരുത്തുകയുമായിരുന്നു എന്നാണ് കേസ്. ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, ഗ്രേഡ് SI MS ഷാജു, ഗ്രേഡ് ASI PN ഷീജ, ഗ്രേഡ് സീനിയർ CPO KL സിൻഡി, CPOമാരായ TA അൻവർ, KA അജിത്ത്, സുധീൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒല്ലൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിച്ചു കിട്ടാൻ തെരുവിൽ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. ഒല്ലൂർ സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. റോഡ് വികസനത്തിന്റെ പേരിൽ ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയിരുന്നു. 14 മാസം മുൻപാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതായതോടെ കൂടുതൽ ദുരിതത്തിലായത് സെയിന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്നു. കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനെ തുടർന്ന് ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതിരിക്കുന്നത് പതിവാക്കി. ഇതുമൂലം സ്കൂളിൽ വരാനും തിരിച്ചു വീട്ടിൽ പോകാനും കുട്ടികളേറെ കഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് ബന്ധപ്പെട്ട അധികൃതരെ വിദ്യാർത്ഥിനികൾ പരാതിയുമായി സമീപിച്ചു. ജില്ലാ കലക്ടർ, കോർപ്പറേഷൻ മേയർ, സിറ്റി പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്നിവർക്കാണ് പരാതി നൽകിയത്. ബന്ധപ്പെട്ട പരാതി കോർപ്പറേഷന് കൈമാറിയെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചതായി വിദ്യാർത്ഥിനികൾ പറയുന്നു. തുടർ നടപടി ഇല്ലാതായതോടെ PTയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനികൾ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയായിരുന്നു. പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യങ്ങളോടെയായിരുന്നു പ്രതിഷേധം.
പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി സീന, PTA പ്രസിഡന്റ് M. ആശ, വൈസ് പ്രസിഡന്റ് ഷാജു കിടങ്ങൻ, സ്കൂൾ ചെയർപേഴ്സൺ K. അഭിനന്ദ എന്നിവർ സംസാരിച്ചു. 500 വിദ്യാർത്ഥികളാണ് പ്രതിഷേധ സമരത്തിൽ അണിനിരന്നത്. 1.5 കൊല്ലത്തോളമായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചു തുടങ്ങിയിട്ട്. ഞങ്ങൾ ഈ ജൂണിൽ തന്നെ ഞങ്ങളെല്ലാവരും, ഞാനും സിസ്റ്ററും ഒക്കെ കൂടി പോയിട്ട് മേയർക്കും കളക്ടർക്കും കമ്മീഷണർക്കും ഒക്കെ ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഒരനക്കവും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് വന്നത്. അദ്ദേഹം മേയർക്ക് കോർപ്പറേഷനിൽ കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു നടപടിയും ഇതിനെതിരായിട്ട് ഉണ്ടായിട്ടില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് പല സ്ഥലത്താണ് നിർത്തുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞിട്ട് പിള്ളേർ വീണ് കൈയും കാലും ഒക്കെ മുറിവൊക്കെ പറ്റുക, പല രീതിയിലുള്ള അപകടങ്ങൾ നടന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധിക്കുന്നത്. തൃപ്രയാർ റോഡരികിൽ കാനയ്ക്ക് മുകളിലെ തകർന്ന സ്ലാബുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. തകർന്ന സ്ലാബിന് മുകളിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. തൃപ്രയാറിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബുകൾ പലയിടങ്ങളിലും തകർന്ന നിലയിലായതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. CPM നയിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ ആരോപിച്ച കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. തൃപ്രയാർ സെന്ററിൽ സ്ലാബ് തകർന്നെടുത്ത് റീത്ത് വെച്ചുള്ള പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, ജിജ ശിവൻ, CS മണികണ്ഠൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയബാലൻ, ബാബു പനക്കൽ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്താക്കൾക്ക് ധാതുലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് വിതരണം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. പശു, കാള, ആട്, കോഴി പോലുള്ള കന്നുകാലികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ് ധാതുലവണ മിശ്രിതം. ഇവയുടെ വളർച്ച, പാലുൽപാദനം, പ്രജനനശേഷി, പ്രതിരോധശേഷി എന്നിവ നിലനിർത്താൻ ആവശ്യമായ ധാതുക്കൾ, വൈറ്റമിനുകൾ എന്നിവ നൽകുകയാണ് പദ്ധതി ലക്ഷ്യം. 1,80,000 രൂപ ചെലവഴിച്ച പദ്ധതിയിൽ 150 ഗുണഭോക്താക്കളാണുള്ളത്. 5 കിലോ വിറ്റമിൻ, 5 ലിറ്റർ കാൽസ്യം, 1 ലിറ്റർ വിരമരുന്ന് എന്നിവയാണ് വിതരണം ചെയ്തത്. വെറ്ററിനറി ഡോക്ടർ ആര്യ പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർമാരായ CK ഷിജി, KK സൈനുദ്ദീൻ, FO ബിജോയ് എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ജീവിതോത്സവം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 21 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ജീവിതോത്സവം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ജീവിതോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ലോക്കൽ മാനേജർ PK പ്രസന്നൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ GSP ജയാബിനി, പ്രധാനാധ്യാപിക മിനിജ R വിജയൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, സ്റ്റാഫ് സെക്രട്ടറി KR രഘുരാമൻ, അധ്യാപകരായ EB ഷൈജ, രശ്മി വിജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ നൃത്തരൂപങ്ങളാൽ ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരന്നു. കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരിക്കെ പിക്കപ്പ് വാനിന്റെ ടയർ ഉരുതെറിച്ചു. ദുരന്തം ഒഴിവായത് ഡ്രൈവറുടെ മനസാന്നിധ്യത്താൽ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ 3 പീടിക സെന്ററിലാണ് അപകടം. എറണാകുളം ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഓടിക്കൊണ്ടിരിക്കെ വാഹനത്തിന്റെ ഇടതുഭാഗത്തെ ടയറാണ് ഊരിത്തെറിച്ചു പോയത്. അപകടം മനസ്സിലാക്കിയ ഡ്രൈവർ പെട്ടെന്ന് തന്നെ വാഹനം നിയന്ത്രിച്ചു നിർത്തുകയായിരുന്നു. ദേശീയപാത 66-ൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു അപകടം. പെട്ടെന്ന് തന്നെ വാഹനം നിർത്താനായതിനാൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു. 3 പീടിക വ്യാപാര ഭവനിലായിരുന്നു സമ്മേളനം. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സജീവൻ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ മേഖലാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി KR സത്യൻ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റ് അംഗം ഇജാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ മെഹബൂബ് നേത്ര, ഗിരി വൈഗ, മോഹനൻ കിഴക്കുംപുറം, മനോജ്, മേഖലാ ട്രഷറർ സന്ദീപ്, ചിന്തു പ്രദാസ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി മെഹബൂബ് നേത്ര, സെക്രട്ടറിയായി സജിത് ക്രിസ്മ, ട്രഷററായി ഗിരി വൈഗ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. 1985
കാലഘട്ടത്തിലാണ് കേന്ദ്രത്തിൽ ഉടലെടുത്തത്. നമ്മുടെ ആദരണീയരായിട്ടുള്ള ജോസഫ് ചെറിയ സാർ, ശ്രീ സാരംഗി മണി സാറുമാണ് 41 വർഷം മുമ്പ് എറണാകുളത്ത് വെച്ച് നടന്ന യോഗത്തിലൂടെ ഈ സംഘടന കെട്ടിപ്പടുത്തത്. കഴിഞ്ഞ 41 വർഷമായി നല്ല രീതിയിൽ തന്നെ സംഘടന ഈ പ്രസ്ഥാന കേന്ദ്രത്തിൽ 14 ജില്ലകളിലും 124 മേഖലകളിലും 449 യൂണിറ്റിലുമായിട്ട് കേരളത്തിലുടനീളം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ദിനാചരണം നടത്തി. NSSന്റെ 21 ദിന ചലഞ്ചുകൾ ഉൾപ്പെട്ട ജീവിതോത്സവത്തിന്റെ യൂണിറ്റ് തല പ്രവർത്തനങ്ങൾക്കും ചടങ്ങിൽ തുടക്കമായി. വയോധികയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി തട്ടാപ്പറമ്പിൽ വീട്ടിൽ സുധീറാണ് അറസ്റ്റിലായത്. ഒല്ലൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിച്ചു കിട്ടാൻ തെരുവിൽ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. ഒല്ലൂർ സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.